ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കാലാപ്പാടി മാങ്ങയാണ്. ഇത് എൻ്റെ വീട്ടിലെ കാലാപ്പാടി മാവാണ്. ഇതിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു നല്ലൊരു മാങ്ങ പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പറിച്ച് ഇതൊരു ടേസ്റ്റിംഗ് റിവ്യൂവും കൂടിയാണ്. അപ്പോൾ അത് പറിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതും കൂടി നിങ്ങളെ ഞാൻ അറിയിക്കാം. അപ്പോൾ ഞാൻ പറിച്ചിട്ട് വരാം. അപ്പോൾ അതേ ഒരു പഴുത്ത മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പഴുത്തിട്ടുണ്ട്. മരത്തെ കിടന്ന് തന്നെ പഴുത്താണ്. അപ്പോൾ ഞാൻ മുറിച്ച് കാണിക്കാം. അപ്പോൾ കുറച്ച് മാങ്ങ ഇവിടുന്ന് പറിക്കാനുണ്ട്, അതുകൊണ്ടാണ് പറിച്ചിട്ട് ഇറങ്ങാം. ഇതാണ് ഇപ്പോൾ ഞാൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് പറിച്ച പഴുത്ത മാങ്ങ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിക്കാം, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. നമ്മൾ സ്ഥലം കുറവുള്ളവരാണെങ്കിലും ഒരു മാവ് വെക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ കാലാപ്പാടി മാവ് വെക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം അതിൻ്റെ ടേസ്റ്റ് ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയാം. അത് കാരണം കൊണ്ട് അത്രയ്ക്ക് ടേസ്റ്റുള്ള മാങ്ങയാണ് കാലാപ്പാടി. പിന്നെ ഇതൊക്കെ നമ്മൾ കൂടുതലും വിദേശത്തേക്ക് കയറി പോകണം. നമുക്ക് നാട്ടിലൊന്നും ഇത് കഴിക്കാനും ഒന്നും കിട്ടാറില്ല. കടകളിലൊന്നും നമ്മൾ പോയാലും കാലാപ്പാടി നമുക്ക് കിട്ടാറില്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ നട്ടു വളർത്തി ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും. വളരെ ടേസ്റ്റുള്ള മാങ്ങയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറിച്ചില്ല, നല്ലോണം മൂത്ത് മാത്രം ഞാൻ പറിച്ചത്. ഇതിന് പുറത്ത് കണ്ടോ ഒരു വെള്ള പൗഡർ പോലെ ഒരു സംഭവമുണ്ട്. കൈ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പോകും. കണ്ടോ ഒരു വെള്ള കളറ്. അതുള്ള കാരണം കൊണ്ട് ഇതിനകത്ത് മറ്റേ പുഴുക്കേട്, പുഴുക്കുത്ത്, പുഴു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരില്ല. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ തൊണ്ടിന് നല്ല കട്ടിയാണ്. ആ കട്ടിയുള്ളതുകൊണ്ടും പുഴു ഇതിനകത്ത് വരില്ല. ഒരു കേടും ഉണ്ടാവില്ല ഈ മാങ്ങയ്ക്ക്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്, ഒന്നും പറയാനില്ലാത്ത ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ. കണ്ട കളർ ഉണ്ടാക്കിയതിൻ്റെ നല്ല ഓറഞ്ച് കളറായിരിക്കും. അത് മാത്രമല്ല പുഴുക്കേടോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ടാവില്ല. ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. നല്ല മധുരമാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% പോലും നാരില്ല. നാരെന്നൊക്കെ സംഭവം ഇതിനകത്തില്ല. നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചിരണ്ടി എടുക്കാൻ പറ്റും. ഇതുവരെ കഴമ്പ് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചിരണ്ടി എടുക്കാം. നിങ്ങൾ പുണേപ്പാടെ ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മാവ് കാലാപ്പാടി തീർച്ചയായിട്ടും വീട്ടിൽ നട്ടിരിക്കേണ്ട ഒരു മാവാണ്. ഇതിൻ്റെ കൊമ്പണക്കാണ് മെയിനായിട്ടുള്ള രോഗം എന്ന് പറയുന്നത്. അത് മാത്രമാണ് എനിക്കിവിടെ രോഗമായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ ചില്ല മുറിച്ച് കളയാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് അടിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ചിലർ. പക്ഷെ ഞാനത് അടിച്ചു കൊടുത്ത് നോക്കി, വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം ഈ അസുഖം വന്ന് അതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്ന ഒരു തരം ഫംഗസാണത്. അത് നീര് ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ ആ ചില്ല വന്നതിന് മുമ്പ് ഈ കോപ്പർ ഓക്സിക്ലോറൈഡ് അടിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, വരാതിരിക്കും. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആ ചില്ല മുറിച്ച് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിവിധി. കണ്ട ഇവിടെയൊക്കെ കണ്ട ഇതൊക്കെ അങ്ങനെ ചില്ല ഉണങ്ങിയിട്ട് ഞാൻ മുറിച്ച് കളഞ്ഞതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ആ അസുഖം വന്നിട്ട് മുറിച്ച് കളഞ്ഞതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഈ തണ്ട് കണ്ട, ഈ തണ്ടൊക്കെ അങ്ങനെ മുറിച്ച് കളഞ്ഞതാണ്. ഇപ്പം മുകളിലും അതുപോലെ 1-2 ഉണങ്ങി നിൽപ്പുണ്ട്. അതിപ്പോൾ ഇനി മരം വലുതായി വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയ തൈയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മരുന്ന് ഇതിൻ്റെ തണ്ടയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മരം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്ന് അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ചെറിയ തൈക്കൊക്കെ ആണെങ്കിലാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥലം കുറവുള്ളവരാണെങ്കിലും ഒരു മാവ് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലാപ്പാടി മാവ് തന്നെ നിങ്ങൾ മേടിച്ച് വെക്കുക. നല്ല മാങ്ങയാണ്, സൂപ്പർ മാങ്ങയാണ്. ഞാനതിന് നമ്പർ 1 ആണ് കൊടുക്കുന്നത്. കാരണം ഇതൊക്കെ വിദേശത്തേക്ക് കയറി പോകുന്ന മാങ്ങകളാണ്. നമുക്കിവിടെ കടകളിലൊന്നും മേടിച്ച് കഴിക്കാനായിട്ട് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് നട്ട് അതിൽ നിന്ന് മാങ്ങ പറിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.